കഥയുടെ പേര് മുസ്തഫ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും വീട് നിറയെ ആൾക്കാർ. അമ്മായിമാർ, മാമന്മാർ, എല്ലാവരും. ഇന്നെന്താ വിശേഷം? എന്തായാലും നല്ല പൊരിച്ച ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. സ്കൂളിലെയും വഴിയിലെയും കളി കഴിഞ്ഞ് നടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടാകും. എല്ലാവരും തിരക്കോട് തിരക്ക്. ഓടിച്ചെന്ന് അടുക്കളയിൽ കയറി വറുത്തുവെച്ച അണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നു. ഒപ്പം ഉമ്മുമ്മയുടെ ശകാരവും. ഉമ്മ എവിടെ? ഇവിടെ എങ്ങും കാണാനില്ല. ഉസ്താദിന്റെ ചെലവാണെങ്കിൽ അടുക്കളയിൽ തിരക്കിലാവുന്നത് ഉമ്മയായിരിക്കും. ഉമ്മയുടെ അറയിൽ ഓടിച്ചെന്നു. പുതുവസ്ത്രവും ധരിച്ച് ജനാല കമ്പികൾ പിടിച്ചു നിൽക്കുന്ന ഉമ്മ. എല്ലാവരും ഇവിടെ തിരക്ക് പിടിച്ച് പണി ചെയ്യുമ്പോൾ ഉമ്മ എന്താ വെറുതെ നിൽക്കുന്നത്? ഉമ്മ ഉമ്മ എന്ന് വിളിച്ചു പിടിച്ചു കുലുക്കി. ഉമ്മ തിരിഞ്ഞു നോക്കി. പതിവ് പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഏതൊരു നല്ല ദിവസവും ഉമ്മ ഇങ്ങനെയായിരിക്കും. ഈ ഉമ്മയ്ക്ക് എന്താ ചിരിക്കാൻ അറിഞ്ഞൂടെ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും പുറത്തേക്ക് വന്നത് വിശക്കുന്നുമ്മ, എന്തെങ്കിലും താ എന്നാണ്. അപ്പോഴേക്കും ഉമ്മുമ്മയുടെ വിളി വന്നു. മുസ്തഫ, നീ വന്ന് കഴിക്ക്. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോ ഈ കുട്ടി എവിടെ പോയിരിക്കുക? മാമന്മാരുടെ കുട്ടികളൊക്കെ വന്നു ചേർന്നപ്പോൾ ആഘോഷത്തിന്റെ കാരണം തേടാൻ മറന്നു. വയറു നിറയെ ബിരിയാണിയും കഴിച്ച് കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് ഉണർന്നെണീറ്റത് മറ്റൊരു ലോകത്തായിരുന്നു. ചെത്തിത്തേക്കാത്ത ചുവരുകൾ, കൂടെ പരിചയമില്ലാത്ത 2 കുട്ടികളും. എവിടെയാ എത്തിയത്? ഇന്നലത്തെ ബഹളത്തിനിടയിൽ എവിടെയാ ഇറങ്ങിയത്? ഉമ്മ? അതൊരലർച്ചയായിരുന്നു. ഓടി വന്ന ആളെ കണ്ട് വീണ്ടും ഞെട്ടി. അറവുകാരൻ അന്ത്രു. എന്റെ പേടി സ്വപ്നം. ഇറച്ചിക്കടയിൽ കാണാറുള്ള ആ ഭീകര രൂപം. ചുവന്ന കണ്ണുകളും തെറുത്തുകയറ്റിച്ച കുപ്പായക്കൈയും കഷണ്ടി കയറിയ നെറ്റിയും, കയ്യിൽ മൂർച്ചയേറിയ കത്തി മാത്രം കാണാനില്ല. ഒന്നുകൂടി ഇറുകെ കണ്ണടച്ചുള്ളത് സ്വപ്നമായിരിക്കുമോ? കണ്ണു തുറന്നപ്പോൾ അറവുകാരൻ അന്ത്രുവിന് പിറകിലായി ഉമ്മയും. എത്ര ആലോചിച്ചിട്ടും ഇങ്ങനെ എവിടെ ഇവിടെ എത്തി എന്ന് മനസ്സിലായില്ല. അന്ത്രു അറവുശാലയിലേക്ക് പോയപ്പോൾ ഉമ്മ തന്നെ മടിയിലിരുത്തി പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെയാണ് കഴിയേണ്ടത്. അതിന് കാരണമായി ഉമ്മ പറഞ്ഞത് അന്ത്രുവിന്റെ ഭാര്യ മരിച്ചുപോയി. അവരുടെ കുട്ടികളെ നോക്കാൻ ആളില്ലാഞ്ഞിട്ടാണ് ഉമ്മ ഇങ്ങോട്ട് പോന്നതെന്ന്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഉമ്മയോടുള്ള ദേഷ്യവും അന്ത്രുവിനോടുള്ള പകയും. അത് കൂടിക്കൂടി വന്നു. വേദനകളും വിഷാദവും തളം കെട്ടി നിന്ന കുട്ടിക്കാലം. സ്കൂളിലെ കൂട്ടുകാരൊക്കെ പുതിയ പെന്നും പെൻസിൽ മണവുമുള്ള റബ്ബറും ഒക്കെ കൊണ്ടുവരും. വിദേശത്തു നിന്നും കൊണ്ടുവരുന്നത്. എന്റെ ഉപ്പ എവിടെയാ? ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്തറിന്റെ മണവും പാലിന്റെ വെണ്മയുമുള്ള കുപ്പായവും ഓർമ്മ വരും. പെരുന്നാൾ ദിവസത്തിൽ പുതിയ ഉടുപ്പിട്ട് ഉപ്പയുടെ കയ്യിൽ തൂങ്ങി നടന്നത്. ഉപ്പ എവിടെയാ പോയത്? അല്ലെങ്കിലും ഒരു ചോദ്യത്തിനും ഉമ്മയ്ക്ക് ഉത്തരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ കരച്ചിലായി. അന്ന് പതിവ് പോലെ സ്കൂൾ മുറ്റത്തെ മാവിൽ കല്ലെറിഞ്ഞു. മാങ്ങയ്ക്കു വേണ്ടി തർക്കം തുടങ്ങിയതാണ്. ഞാൻ എറിഞ്ഞിട്ട മാങ്ങ എടുത്ത് അവൻ ഓടി. അതിനിടയിൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ കൂടി വയ്യ. എന്റെ ഉമ്മയ്ക്ക് സ്ത്രീധനം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഉപ്പ മൊഴി ചൊല്ലിയെന്നും ഒന്നും കൊടുക്കാതെ അറവുകാരൻ അന്ത്രുവിന്റെ 2ാം ഭാര്യ എല്ലാം കുട്ടികളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു. നാണക്കേടും സങ്കടവും കൊണ്ട് തല നിവർത്താൻ കഴിയാതെ നിന്നു. ഇനി പഠിക്കേണ്ട, പള്ളിയിലും പോകേണ്ട. ഉപ്പയെ എല്ലാവരും എത്ര ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. അന്ത്രുവിനെ നോക്കി കാണുന്നതോ? അല്ലെങ്കിലും എന്റെ മുന്നിൽ ഉത്തരങ്ങളില്ലല്ലോ. പള്ളിയിലും സ്കൂളിലും പോകാതെ ഒളിച്ചിരിക്കാൻ ഒരിടം, അത് തേടിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് പള്ളിക്കാടാണ്. പണ്ടൊക്കെയാണെങ്കിൽ അങ്ങോട്ട് നോക്കാൻ കൂടി പേടിയായിരുന്നു. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന രാത്രികളിൽ സ്വന്തം കീറപ്പായയും തലേണയും മാത്രം അറിഞ്ഞിട്ടുള്ള പേടികൾ. ആരെങ്കിലും മരിച്ചടക്കിയ ദിവസം പള്ളിക്കാട്ടിലൂടെ കടന്നു വരുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ. ബാവു ടിക്കിയോട് ജീവിതത്തിലെ കള്ളങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന മലക്കിനെ കുറിച്ച് പറഞ്ഞു തന്നത് സുബൈർ ആയിരുന്നു. അവന് എല്ലാ കാര്യങ്ങളും അറിയാം. ബാവു ടിക്കിയോട് ജീവിതത്തിലെ കള്ളങ്ങളെക്കുറിച്ച് മലക്കുകൾ എന്തായിരിക്കും ചോദിച്ചിരിക്കുക? മരിച്ചപ്പോഴെങ്കിലും അയാൾ സത്യം പറഞ്ഞിരിക്കുമോ? കച്ചവടക്കാരനായ ബാവൂട്ടിക്ക പീടികയിൽ വരുന്ന കുട്ടികളെ തൂക്കത്തിലും ബാക്കി വരുന്ന പൈസ കൊടുക്കാതെ കൊടുത്തെന്ന് പറഞ്ഞു പറ്റിക്കും. അയാളെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞിരുന്നില്ല. സുബൈറിന് എല്ലാ കാര്യവും അറിയാം. മരണം കഴിഞ്ഞാൽ കുളിപ്പിച്ച് കെട്ടുന്ന 3 കെട്ടുകൾ പിന്നെ ആര് വന്നാലും അത് തുറന്നു കാണിക്കില്ല. കുഴിയിൽ മണ്ണോട് ചേർത്ത് വെക്കുന്ന മുഖം. കള്ളത്തരങ്ങളെക്കുറിച്ച് ബാപ്പുട്ടിക്ക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഓരോന്നോർത്ത് പേടിച്ചുറങ്ങാത്ത രാത്രികൾ. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി വളർന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതിനും ഉത്തരമുണ്ടായിരിക്കുന്നു. അതിനിടയിൽ പകൽ പോലൊരു സത്യം ഉണ്ടായിരുന്നു. ഞാൻ മാത്രം ഒറ്റപ്പെട്ടെന്ന്. പകയും ദേഷ്യവും ഒറ്റപ്പെടലും ഉള്ളിൽ കിടന്ന് പുകഞ്ഞു. എന്റെ ഉമ്മയുടെയും ജീവിതത്തിലെ കരടായി വന്നത് അന്ത്രു. അന്ത്രുവിനെയും അയാളുടെ കുട്ടികളെയും വെറുത്തു.
പള്ളിക്കാട്ടിൽ പടർന്നു കയറുന്ന വള്ളികൾ പോലെ എന്നും ചുറ്റി വരിയുന്ന ചിന്തകൾ അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ഭയത്തെ ഇല്ലാതാക്കി അവിടെ ആശ്വാസം കണ്ടെത്തി. ആ സമയത്താണ് അയാളെ പരിചയപ്പെട്ടെടുത്തത്. ആരും കയറി വരാത്ത കാട്ടിനുള്ളിൽ നീട്ടി വളർത്തിയ താടിക്കുള്ളിൽ അയാളുടെ ചുണ്ടുകളിൽ നിന്നും പുകയുന്ന ബീഡി. അയാൾ എവിടുന്നായിരിക്കും എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്? ആദ്യം ഒന്ന് ഭയന്നു. അയാളുടെ അലസമായ വേഷവും ശൂന്യതയിൽ നിന്നും വലിച്ചെടുക്കും പോലെയുള്ള വാക്കുകളും അയാളോട് അടുപ്പിച്ചു. അയാൾ എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ പേരെന്തെന്നോ ഒന്നും അറിയില്ല. അയാളുടെ വാക്കുകൾ മുഴുവൻ വെടിമരുന്ന് പോലെ എൻ്റെ ഉള്ളിൽ അയാൾ നിറച്ചു. അന്ത്രുവിനോട്, ഉപ്പയോട്, ഉമ്മയോട്, കുട്ടികളോട്, പിന്നെ പരിഹാസത്തോടെ നോക്കിയവരോട് എല്ലാം ഒന്നിനുമേലൊന്നായി അയാൾ മൂർച്ചയുള്ള വാക്കുകളാൽ അടിച്ചമർത്തി. ഉറക്കം വരാത്ത രാത്രികൾ വീണ്ടും എന്നെ തേടി വന്നു. പുതപ്പിനുള്ളിൽ പേടിച്ചുറങ്ങാതിരുന്ന മുസ്തഫയല്ല, പക കൊണ്ട് പുകയുന്ന തിരിച്ചറിവ് നേടിയ മുസ്തഫ. അന്ന് അയാൾ പറഞ്ഞത് പുതിയൊരു തന്ത്രമായിരുന്നു. അയാൾക്ക് പിറകെ നടന്നു. അവിടെ നിലത്തിരുന്ന് അയാൾ എന്തോ കുഴിച്ചെടുക്കുന്നു. ശൂന്യതയിൽ നിന്നും വന്ന വാക്കുകൾ അറിയാൻ കഴിഞ്ഞത്, ശത്രുവിനെ ഛിന്നഭിന്നമാക്കാനുള്ള ബോംബ് നിനക്ക് ഞാനിത് തരാം. അന്ത്രുവിനെ, നിന്റെ ഉമ്മയെ തകർത്തെറിയാൻ അയാളുടെ കൈകളിൽ കിടന്ന് അതെന്നെ ഭയപ്പെടുത്തി. ഒരു നിമിഷം അയാളത് വീണ്ടും കുഴിച്ചു മൂടി. അന്ന് ബാപ്പുട്ടിക്കയെ ചോദ്യം ചെയ്ത മലക്കായിരുന്നില്ല, അത് അയാളായിരുന്നു. അയാൾ ഇതുപോലെ ആരെയെങ്കിലും. അന്ന് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു വരുന്ന അയാളുടെ മുഖം പുക കൊണ്ട് പുകഞ്ഞിരുന്നു. അറവുകാരൻ അന്ത്രുവിന്റെ മുറിയിലേക്ക് കിടന്നു. ബോംബുകൾ, വലിയ ശബ്ദങ്ങൾ, ചിതറുന്ന മാംസങ്ങൾ, ചീറ്റിത്തെറിക്കുന്ന ചോര, ആർത്തുലയ്ക്കുന്ന അട്ടഹാസങ്ങൾ. ഒന്നും വേണ്ട, ഉമ്മയും പാവം കുഞ്ഞുങ്ങളും. അന്ത്രുവിനെ രക്ഷിക്കണമായിരുന്നു. എന്തിനാ വെറുതെ? ഒന്നും വേണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്ന് എൻ്റെ നെറ്റിയിൽ പതിയെ തടവുന്ന അറവുകാരൻ അന്ത്രു. കരയുന്ന ഉമ്മ. മോനു പനിയാ, പേടിച്ചിട്ടാ, ഇന്നലെ ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ. ഉയർത്തിയ മൂർച്ചയുള്ള കത്തിക്കുമപ്പുറം ചിരിക്കുന്ന മുഖവും സൗമ്യതയുമുള്ള വാക്കുകളുമായി അറവുകാരൻ അന്ത്രു.